ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഫിലിപ്പ് വർഗീസ് അച്ഛൻ, സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായിട്ട് അറിയിക്കട്ടെ. ഇന്നത്തെ അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം, ഞാൻ ഇന്ന് ഏവൻഗേലിയോനായിട്ട് വായിച്ച വേദഭാഗം 7-ാമത്തെ അധ്യായം, അതിൻ്റെ 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 7 വേഴ്സസ് കമൻസിങ് ഫ്രം 21 ത്രൂ 27. ഇന്ന് പ്രത്യേകിച്ച് ഇന്ത്യയുടെയൊക്കെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്ന സമയമാണ്. അതനുസരിച്ച് ക്രമീകരിക്കപ്പെട്ട നമ്മുടെ ലക്ഷണറിയിൽ ഇന്ന് ധ്യാനത്തിനായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം വിവേകത്തിലേക്ക് നയിക്കേണ്ട വിദ്യാഭ്യാസം എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ദാറ്റ് ലീഡ്സ് ടു വിസ്ഡം. വിവേകം എന്ന് പറയുന്ന പദം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണ്. അതിൻ്റെ മീനിങ് ദ സൗണ്ട്നെസ് ഓഫ് ആൻ ആക്ഷൻ ഓർ ഡിസിഷൻ വിത്ത് റിഗാർഡ് ടു ദി ആപ്ലിക്കേഷൻ ഓഫ് എക്സ്പീരിയൻസ്, നോളജ് ആൻഡ് ഗുഡ് ജഡ്ജ്മെൻറ്റ്. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ അനുഭവത്തിലൂടെ ആർജിച്ചെടുത്ത അറിവും അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങളിൽ എടുക്കേണ്ട നന്മയും തിന്മയും തിരിച്ചറിഞ്ഞുള്ള ഒരു തീരുമാനവുമാണ് വിസ്ഡം എന്ന് പറയാനായിട്ട് നമുക്കിടയാവുന്നത്. ജീവിതത്തിൽ എപ്പോഴും നമ്മളുടെ മുൻപിൽ വിവേകപൂർണമായ ഒരു തീരുമാനമെടുക്കേണ്ട ജീവിത സാഹചര്യങ്ങൾ എപ്പോഴും വരും. അപ്പോൾ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിവേകപൂർണമായ തീരുമാനമെടുത്ത് ജീവിതത്തിൻ്റെ യാത്രയിൽ വളരെ സാക്ഷ്യത്തോടെ, ശ്രേഷ്ഠതയോടെ നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി തീരണം എന്നുള്ളതാണ്. ഇന്ന് വായിച്ച ഈ വേദഭാഗം, അത് എന്ന് പറയുന്നത് സർമൺ ഓൺ ദി മൗണ്ട്, പർവ്വത പ്രസംഗത്തിൻ്റെ, കർത്താവ് ചെയ്ത പർവ്വത പ്രസംഗത്തിൻ്റെ ഉപസംഹാരമാണ്, കൺക്ലൂഷനാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം, ഈ അധ്യായങ്ങളിലായിട്ട് നീണ്ടുകിടക്കുന്ന ഒന്നാണ് കർത്താവിൻ്റെ പർവ്വത പ്രസംഗം. ഈ ലോകത്തിലെ അനേകം ശ്രേഷ്ഠ വ്യക്തികളെ, മഹാന്മാരെ ആകർഷിച്ച പ്രസംഗമാണ് കർത്താവിൻ്റെ പർവ്വത പ്രസംഗം. അനേക സാഹിത്യ സൃഷ്ടികൾക്ക് വഴിതെളിച്ച പ്രസംഗമാണ് കർത്താവിൻ്റെ പർവ്വത പ്രസംഗം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പോലും ഒരിക്കൽ പറഞ്ഞു, ഈ ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളും കത്തി നശിച്ചു പോയാലും കർത്താവിൻ്റെ പർവ്വത പ്രസംഗം മാത്രം മതി ഒരു വ്യക്തിക്ക് ജീവിക്കുന്നതിനായിട്ട്. അത് എല്ലാ കാര്യങ്ങളിലും അതിന് വക നൽകുന്ന അനുഭവങ്ങൾ ആ പർവ്വത പ്രസംഗത്തിലുണ്ട്. അതുകൊണ്ട് അത് മാത്രം മതിയെന്ന് ഗാന്ധിജി ഒരിക്കൽ തൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി. അത്രമാത്രം ശ്രേഷ്ഠമായ കാര്യങ്ങൾ അന്തർലീനമായിരിക്കുന്ന ഒന്നാണ് കർത്താവിൻ്റെ പർവ്വത പ്രസംഗം എന്ന് പറയുന്നത്. കർത്താവ് എപ്പോഴും തൻ്റെ പ്രസംഗത്തിലൊക്കെ സാധാരണയായി പറയുന്ന ഒരു 2 ചോയ്സ് പറയും. വിശാലമായ വഴി, ഇടുക്ക് വഴി, കള്ളപ്രവാചകന്മാർ, യഥാർത്ഥ പ്രവാചകന്മാർ, നല്ല വൃക്ഷം, ആകാത്ത വൃക്ഷം. ഇവിടെയും കർത്താവ് ഈ വേദഭാഗത്തിൽ, ഞാൻ വായിച്ച ഈ വേദഭാഗത്തിൽ പറയുന്നത് മണലിൽ പണിത വീട്, പാറമേൽ പണിത വീട്. 2 ചോയ്സാണ്. അപ്പം വിവേകമുള്ളവരുടെ വഴികൾ ഏതായിരിക്കുമെന്ന് ഈ 2 ചോയ്സിൽ അവർ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് മനസ്സിലാവും. ജ്ഞാനികളിൽ ജ്ഞാനി എന്നറിയപ്പെടുന്ന ശലോമോന് ഈ ലോകത്തിലെ സമ്പത്തുകളെയെല്ലാം നൽകാം എന്ന ദൈവം ദർശനത്തിൽ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ, ലോകപ്രകാരമുള്ള സമ്പത്തൊക്കെ ഒരു പക്ഷേ നേടിയെടുക്കാം എന്നിരിക്കെ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച ശലോമോനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വിവേകമുള്ളവർ, ദോസ് ഹു ഹാവ് വിസ്ഡം ഇൻ ദെയർ ലൈഫ്, ദേ ക്യാൻ സെലക്ട് എ ഗുഡ് പാത്ത് ആൻഡ് ദേ ക്യാൻ ലീഡ് എ ബെറ്റർ ലൈഫ് along with our Lord Jesus Christ. So wisdom should help us to select good path in our life. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനായിട്ട് നമുക്ക് വിവേകപൂർണമായ വിദ്യാഭ്യാസം മൂലം ഇടയാവേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഞാൻ ഇന്നത്തെ ഈ വേദഭാഗത്തിലേക്ക് കടന്നു വന്ന് 1-2 ചിന്തകൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വേദഭാഗത്തിൻ്റെ
ആദ്യത്തെ ഭാഗത്ത് നമുക്കറിയാം, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്സനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നു, വ്യക്തമായിട്ട് പറയുന്നു, ദൈവഹിതം നിറവേറ്റുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒന്ന്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുക. ഇന്ന് നമ്മൾ പല കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്നവരാണ്. സം പീപ്പിൾ ദേ ആർ സ്റ്റഡിയിങ് ഇൻ ഡിഫറെൻറ്റ് കോഴ്സസ്. അവർ സ്റ്റുഡൻസ് ആർ സ്റ്റഡിയിങ് ഇൻ ഡിഫറെൻറ്റ് കോഴ്സസ്. അപ്പോൾ മനുഷ്യർക്ക് എപ്പോഴും ഒരു ഗുരുവിൻ്റെ സഹായം വേണം. എന്തെങ്കിലും പഠിക്കണമെങ്കിലോ ചെയ്യണമെങ്കിലോ ദേ നീഡ് എ ടീച്ചർ. പക്ഷേ നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ കുയിലിനെ പാട്ട് പഠിപ്പിക്കാൻ ഒരു ടീച്ചറില്ല, അത് സ്വതവേ പഠിച്ച് പാടുകയാണ്. മയിലിനെ ആടാൻ ഒരു ടീച്ചർ ഒരു കലാമണ്ഡലത്തിലും പോയി മയിൽ പഠിച്ചിട്ടില്ല. കൂരിയാറ്റക്കിളി കൂടുണ്ടാക്കുന്നത് ഒരു ബിടെക്കും പഠിച്ചിട്ടില്ല, ഒന്നാന്തരമായിട്ട് കൂടുണ്ടാക്കും. അതുപോലെ കൂടുണ്ടാക്കാൻ നമുക്ക് പറ്റുമോ സംശയമാണ്. ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ അവർക്കൊന്നും ടീച്ചേഴ്സ് വേണ്ട. പക്ഷെ മനുഷ്യൻ എന്തിനും ഏതിനും ഒരു സഹായി വേണം. ബിക്കോസ് ഹി കനോട്ട് ലീഡ് എ ബെറ്റർ ലൈഫ് ഓൺ ദിസ് എർത്ത് വിതൗട്ട് എ ടീച്ചർ. സോ വി നീഡ് എ ടീച്ചർ. ഗുരു വേണം. ഗുരു എന്ന് പറയുന്നത് മനസ്സിലെ അന്ധകാരത്തെ മാറ്റുന്ന വ്യക്തിക്കാണ് ഗുരു എന്ന് പറയുന്നത്. അന്ധകാരത്തെ മാറ്റുന്നവൻ, സംസ്കൃത പദമാണ് ഗുരു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ യേശു കർത്താവാകുന്ന ഗുരുവിനെ കീഴ്പ്പെട്ട് അവൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ശ്രേഷ്ഠതയുള്ള ജീവിതമായി മാറുന്നത് എന്ന് ഞാൻ നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. ദൈവത്തിൻ്റെ പ്രത്യേകതകൾ ഈ പർവ്വത പ്രസംഗത്തിൽ തന്നെ കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 5-ാം അധ്യായം 45 മുതൽ ഉള്ള വാക്യം. ദൈവം കൊടുക്കുന്നവനാണ്. ഹീ ലവ്സ് ആൻഡ് ഓൾസോ ഹീ ഗീവ്സ് ആൻഡ് ഓൾസോ ഹീ ഫോർഗീവ്സ്. ദൈവം കൊടുക്കുന്നവനാണ്, ദൈവം സ്നേഹിക്കുന്നവനാണ്, ദൈവം ക്ഷമിക്കുന്നവനാണ്. അത് ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായും ഉദാരമായി ചെയ്യുന്നവനാണ്. ഔദാര്യ മനസ്സോടെ നമ്മളോട് ഇടപെടുന്നവനാണ്. ജനറസ്, ഹീ ഈസ് ജനറസ്. ഇടപെടുന്നവനാണ് ദൈവം എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇവിടെ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 45 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ഇവിടെ കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ ഹിതം എന്താണ്? അവൻ നീതികെട്ടവരുടെയും നല്ലവരുടെയും മേൽ മഴ പെയ്യിക്കുന്നവനാണ്. അവൻ എല്ലാവർക്കും നന്മകൾ കൊടുക്കുന്നവനാണ്, ഉദാരമായി കൊടുക്കുന്നവനാണ്. ആ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നാം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അന്നത്തെ കാലത്തെ പരീശന്മാരും ഫാരിസീസും നിയമജ്ഞരും സ്ക്രൈബ്സ് ഒന്നും അങ്ങനെ ചെയ്തിരുന്നവരല്ല. അവർ നിയമങ്ങൾ പഠിച്ചു ഒരു നാമമാത്രമായിട്ട് ആരാധിക്കുന്നവരാണ്. അവർ അഭിമാനത്തോടെ ഹുങ്കോടെ പറയുന്നു, ഞങ്ങൾ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, ഞങ്ങൾ ദശാംശം കൊടുക്കുന്നു, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷേ അവർ ആരാധിക്കുന്ന ഈ നിയമത്തിൻ്റെ ആഴം അവരുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിൽ അവർ പരാജയപ്പെട്ടു. അങ്ങനെയുള്ളവരെയാണ് ഈ ഔദാര്യമായി കൊടുക്കുന്ന കർത്താവ് വെല്ലുവിളിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അവർ ഒരന്ധന് കർത്താവ് സൗഖ്യം കൊടുത്തപ്പോൾ ആ അന്ധനെ തൻ്റെ സമൂഹത്തിൽ നിന്ന്, തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. ദേ എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ദാറ്റ് ബ്ലൈൻഡ് മാൻ ഫ്രം ദെയർ ഗ്രൂപ്പ്. അവിടുന്ന് പുറത്താക്കിയ ഒരു കൂനിയായ സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ അവർ വിമർശിക്കുകയാണ്. കാരണം അവരൊക്കെ കേവലം വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അവരെല്ലാം ആരാധിക്കുന്നുണ്ട്. പക്ഷേ അത് അവരുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിൽ അവർ പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. Christian life is always vertical as well as horizontal life. I repeat again. It is a vertical as well as horizontal relationship. Vertical relationship means we have a relationship with the Almighty Father. At the same time, we have to maintain a relationship with our fellow beings. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. എന്താണ് കർത്താവിൻ്റെ ഇഷ്ടം? ഉദാരമായി കൊടുക്കുക, ഉദാരമായി സ്നേഹിക്കുക, ഉദാരമായി ക്ഷമിക്കുക എന്നുള്ളത്. ഒരിക്കലൊരു ഗുരു
3 ശിഷ്യന്മാരുണ്ട്. അവരോട് ചോദിച്ചു, ഇരുൾ മാറി പകൽ വന്നു എന്ന് എങ്ങനെ അറിയാനായിട്ട് പറ്റും? ഒന്നാമത്തവൻ മറുപടി പറഞ്ഞു, ഒരു മൃഗം അത് മൃഗമാണെന്ന് തിരിച്ചറിയുന്ന ഒരനുഭവം വരുമ്പോൾ ഞാൻ ഇരുൾ മാറി വെളിച്ചമായെന്ന് പറയാനായിട്ട് സാധിക്കും. മറ്റൊരുത്തനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അങ്ങ് കാണുന്നില്ലേ ഒരു മരം, ആ മരമാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ഇരുൾ മാറി വെളിച്ചമായെന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കും. മൂന്നാമത്തവൻ പറഞ്ഞു, ആ കാണുന്ന മനുഷ്യനെ ആ മനുഷ്യനായിട്ടല്ല, അവൻ എൻ്റെ സഹോദരനാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള വെളിവ് ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളോടൊപ്പമുള്ള ആ പ്രിയപ്പെട്ടവർ നമ്മുടെ സഹോദരന്മാരാണ് എന്ന് തിരിച്ചറിയുന്ന അനുഭവമാണ് യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസത്തിലൂടെ കരഗതമാകേണ്ടത് എന്ന് ഞാൻ നിങ്ങളും മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് മദർ തെരേസ താൻ ജനിച്ച ദേശത്ത് നിന്നും കൽക്കട്ടയുടെ തെരുവീതിയിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നത്. ഈ തെരുവീതിയിൽ മരണാസന്നരായി കിടക്കുന്ന അനാഥ സഹോദരങ്ങളിൽ യേശുവിൻ്റെ മുഖം ഞാൻ കാണുന്നു എന്നുള്ള ശ്രേഷ്ഠമായ ഒരു പ്രഖ്യാപനം അവർ നടത്തിയത്. ഒരിക്കൽ തൻ്റെ അനാഥശാലയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ ആഹാരത്തിന് വേണ്ടി ധനം ചോദിച്ച് ഒരു മനുഷ്യൻ്റെ അടുക്കൽ ചെന്നപ്പോൾ കൈ നീട്ടിയപ്പോൾ ആ മനുഷ്യൻ കാർക്കിച്ച് തുപ്പി മദറിൻ്റെ കയ്യിലേക്ക്. മദർ എന്ത് ചെയ്തെന്നറിയാമോ? ക്രിസ്തു സ്നേഹത്തോടെ ആ കൈ തിരിച്ചു വലിച്ചിട്ട് മദർ പറഞ്ഞു, എനിക്കുള്ളത് കിട്ടി, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തരിക. എനിക്കുള്ളത് കിട്ടി, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തരിക. മറ്റേ കൈ നീട്ടി. ഇതാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ദൈവികമായിട്ടുള്ള സ്നേഹം. ഉദാരമായി സ്നേഹിക്കുക, ഉദാരമായി കൊടുക്കുക. അല്ലാത്ത വിദ്യാഭ്യാസമല്ല. If we look into ourselves and we do certain things for our own well-being, that is not the real reflection of the education. If you can see the face of others in the midst of your day-to-day deliberations, you can be a good person. മറ്റൊരാളിനെ കാണാൻ സാധിക്കുമ്പോൾ he is my brother, he needs certain help from me, he needs my words to encourage or to be empowered എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ഒരു പ്രതിഫലനമുണ്ടാകുന്നത് എന്ന് ഞാൻ നിങ്ങളും മറന്നു പോകില്ല. അതുകൊണ്ടാണ് നമ്മൾ സഭ ആതുര ശുശ്രൂഷയിലും മിഷൻ പ്രവർത്തനങ്ങളിലുമൊക്കെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മലയാളം ഭാഷ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് തെലുങ്ക്, തമിഴ്, കന്നഡ, ഒഡിയ, ഹിന്ദി എന്തെല്ലാം വ്യത്യസ്തങ്ങളാർന്ന ഭാഷ സംസാരിക്കുന്ന ജനങ്ങളുടെ നടുവിൽ ശുശ്രൂഷ ചെയ്യുന്നത്, ആതുരാലയങ്ങൾ നടത്തുന്നത്, പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്നത്, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നവർ, ബലഹീനരെ ശക്തീകരിക്കുന്നത്, പഠിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് പഠിപ്പിക്കുന്നത്, ഇതൊക്കെ ഈ ഒരു ദൈവവചനത്തെ ആശ്രയിച്ചിരിക്കും. ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാനായിട്ട് സഭ ശ്രമിക്കുന്നതിലൂടെയാണ് അവരിലേക്ക് കരങ്ങളെ നീട്ടുന്നതെന്ന് മറന്നു പോകരുത്. രണ്ടാമതായി, ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. ഒന്ന്, ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കണം. മറ്റൊന്ന്, ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കണം. ഇവിടെ കർത്താവ് പറയുന്ന 2 ഉദാഹരണങ്ങളുണ്ട്. ഒന്ന് പാറമേൽ വീട് പണിതവൻ, മറ്റൊന്ന് മണലിന്മേൽ വീട് പണിതവൻ. മണലിൽ വീട് പണിതു, പെട്ടെന്ന് പണി തീർന്നു, എല്ലാം കൊള്ളാം, ഭംഗിയുണ്ട്, എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്, ഒന്നും അറിയത്തില്ല. പാറയിലും വീട് പണിതു. ഇത് രണ്ടും എല്ലാം പുറമേ നോക്കുമ്പോൾ വളരെ നന്നായിട്ട് തോന്നി. എന്നാൽ അവിടെ വ്യത്യസ്തമായ ഒരു സാഹചര്യം വന്നപ്പോൾ, വെൻ സർക്കംസ്റ്റാൻസസ് ചേഞ്ച് ദ സിറ്റുവേഷൻ ഓൾസോ ചേഞ്ച്, അവിടെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ്? അവിടെ വലിയ മഴയുണ്ടായി, കാറ്റുണ്ടായി, ആ വീടിന് മേലെ അടിച്ചപ്പോൾ സാഹചര്യം മാറി. സാഹചര്യം മാറിയപ്പോഴാണ് ആ മണലിൽ പണിതതിൻ്റെ ഗുണവും പാറയിൽ പണിതതിൻ്റെ ഗുണവും വെളിവായത്. അതുവരെ ഒന്നും അറിയുകയില്ല. അതുവരെ ദൈവത്തെ ആരാധിക്കുന്നതാരാ, നാമമാത്രമായിട്ട് വന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നതാരാ, 2 തോണിയിൽ കാലുവെച്ച് നടക്കുന്നതാരാ, ദൈവവുമായിട്ടൊരു ബന്ധമില്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഡീപ്പ് റൂട്ട് ഫെയ്ത്തില്ലാതെ ജീവിക്കുന്ന ആരാ, ഒന്നും തിരിച്ചറിയത്തില്ല. പക്ഷേ സാഹചര്യം വന്നപ്പോൾ വെളിവായി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യൻസ് ആർ ലൈക്ക് ടീ ബാഗ്സ് എന്ന് പറയും. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഒരു തേയിലസഞ്ചി പോലെയാണ്. ചൂടുവെള്ളത്തിലിടുമ്പോൾ മാത്രമാണ് അതിൻ്റെ സ്വഭാവം മാറുന്നത്. അല്ലാത്ത സമയത്ത് ഊറാമ്പൊടിയാണോ മണലാണോ എന്താണെന്ന് പോലും, തവിടാണോ ഉമിയാണോ ഒന്നും അറിയത്തില്ല. പക്ഷേ ചൂടുവെള്ളത്തിലിടുമ്പോൾ അതിൻ്റെ സ്വഭാവം മാറും. നമ്മുടെ സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്?
സൺഡേയിലൊക്കെ വാട്ട് അബൌട്ട് മൺഡേ ടു സാറ്റർഡേ? നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നാണ് ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇവിടെ പറയുന്നു, പാറമേൽ ഒരു മനുഷ്യൻ വീട് പണിയുകയാണ്. അതത്ര ഈസിയല്ല. പാറ കണ്ടെത്തുന്നിടം വരെ കുഴിക്കുക അല്ലെങ്കിൽ അവിടെ പണിയുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. മണലിന്മേൽ പണിയുന്നത് ഈസിയാണ്, പക്ഷേ അതിന് ആഴമില്ല. അതുകൊണ്ടൊരു സാഹചര്യങ്ങൾ വ്യത്യസ്തമായിട്ട് വരുമ്പോൾ ആ വീട് തകർക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് പഠിച്ചാലും, ഏത് തരത്തിലുള്ള അനുഭവം ഈ ലോകത്തിൽ ജീവിച്ചെന്ന് പറഞ്ഞാലും, നമ്മുടെ അടിസ്ഥാനം ഏതിലാണ് എന്ന് ഞാൻ നിങ്ങൾ മറന്നു പോകല്ല. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 10-ാം അധ്യായം, 1 Corinthians chapter 10 verse 5, we can see that rock is Christ. ആ പാറ എന്ന് പറയുന്നത് ക്രിസ്തുവാണ് എന്ന ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ പാറ ക്രിസ്തു. നാം ആത്മീയ ആഹാരവും ആത്മീയ പാനീയവും കുടിക്കുന്ന ആ പാറ ക്രിസ്തുവാകുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതമാണ് ജീവിത പ്രതിസന്ധികളുടെ മുമ്പിൽ വാടിപ്പോകാതെ, ജീവിത പ്രതിസന്ധികളുടെ മുമ്പിൽ ഉണങ്ങിപ്പോകാതെ, സാഹചര്യങ്ങളുടെ നടുവിൽ താളടിയാകാതെ, പ്രയാസങ്ങൾ വരുമ്പോൾ അടിയറവ് പറയാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാനായിട്ട് നമ്മളെ ഇടയാക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 2 സാഹചര്യങ്ങൾ പണിത വീടിനും ഒരേ സാഹചര്യങ്ങൾ, ഒരേ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അതിനോടുള്ള പ്രതികരണവും അതിന് സംഭവിച്ചിട്ടുള്ള പ്രത്യാഘാതവും രണ്ടായിരുന്നു എന്ന് നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. വാട്ട് അബൌട്ട് അവർ ക്രിസ്ത്യൻ ലൈഫ്? ആർ വി കൺസ്ട്രക്റ്റിംഗ് അവർ ക്രിസ്ത്യൻ ലൈഫ് ഓൺ റോക്ക് ഓർ സാൻഡ്? ഇങ്ങനെ പറഞ്ഞുണ്ട്, ചിലർ പറഞ്ഞിട്ടുണ്ട് ഒരു മണലിലും പാറയിലും എഴുതേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താ പറയുക, ആരെല്ലാം നമ്മളോട് എന്തെങ്കിലും കൊള്ളരുതാത്ത കാര്യം ചെയ്താൽ അത് മണലിൽ എഴുതണം, കാരണം അത് മാഞ്ഞു പോകണം. നല്ല കാര്യം ചെയ്താൽ എവിടെ എഴുതണം? പാറയുടെ പുറത്ത് എഴുതണം, കാരണം അത് ഒരിക്കലും മാഞ്ഞു പോകാനായിട്ട് പാടില്ല. എന്നാൽ തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ആരെങ്കിലും നമ്മളോട് മോശം എന്തെങ്കിലും ചെയ്താൽ നമ്മൾ പാറയിൽ കൊത്തിവെക്കും. തലമുറ കൈമാറി അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും. പണ്ടത്തെ VBSൻ്റെ മുദ്രാവാക്യം. എന്നാൽ മണലിൽ ചെയ്യേണ്ടതെന്തോ മറ്റൊരുത്തൻ നമ്മളോട് ദ്രോഹം ചെയ്യുമ്പോൾ, കർത്താവ് അങ്ങനെ ജീവിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ നാം വിശ്വാസം കെട്ടുപണി ചെയ്യുമ്പോൾ we should construct our faith on rock. That rock is our Jesus Christ. He shed his blood for us. He redeemed us from the pit of sin. So we should construct our faith and Christian life on the rock of Christ. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകം. 2 ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ഒന്ന്, ദൈവഹിതം അനുസരിച്ച് ജീവിക്കുക. മറ്റൊന്ന്, ദൈവത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് ജീവിപ്പാനായിട്ടിടയാകുക. കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്കൊരു നിമിഷം ശോധന ചെയ്യാം. എങ്ങനെയുള്ള വിശ്വാസ ജീവിതമാകുന്നു നമ്മളുടെ ജീവിതം? പാറമേൽ അടിസ്ഥാനമിട്ടതാകുന്നുവോ, മണലിന്മേൽ കെട്ടുപണി ചെയ്തതാകുന്നുവോ? സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവത്തെ മാറ്റി നിർത്തുന്ന, മറുതലിക്കുന്ന അനുഭവക്കാരാണോ നമ്മൾ? അതോ ജീവിതത്തിൽ ഏത് സാഹചര്യമായാലും അവനെ ജീവിതത്തിൽ സ്വീകരിച്ച് വിശ്വാസികളായി, ക്രിസ്ത്യാനികളായി സാക്ഷ്യത്തോടെ ജീവിക്കുന്നവരാണോ നമ്മൾ? നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തെ ദൈവമുൻപാകെ സമർപ്പിക്കും. ബുദ്ധിമുട്ടു കഷ്ടം പെരുകി വന്നാൽ എനിക്കെന്തോ നഷ്ടം, ഞാൻ കർത്താവിനാൽ. യേശു താനൻ സ്വന്തം, എൻ്റെ രാജാവും, എനിക്കുള്ള അംശം അതാരെടുക്കും? എൻ്റെ അടിസ്ഥാനം അതു ക്രിസ്തുവിൽ, പൂർണ്ണ സമാധാനം ഉണ്ടിപ്പാറയിൽ. ക്രിസ്തുവിൻ്റെ ദാനം
എത്ര മധുരം പൂർണ്ണ സമാധാനം പൂർണ്ണ ആനന്ദം എത്രയോ വിസ്താരം ഉള്ളോർ നദി പോ വർണ്ണിക്കുവാനാഴം നാവിനില്ല ചൊൽ. ചേർന്ന് പാടാം. എൻ്റെ അടിസ്ഥാനം അതു ക്രിസ്തുവിൽ പൂർണ്ണ സമാധാനം. എൻ്റെ അടിസ്ഥാനം അതു പൂർണ്ണ സമാധാനം. ഇപ്പോൾ മിസ്സസ് ബ്ലസി സ്റ്റാൻലി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു.